ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു ദിവസം. ഇത് മറക്കാതെ നിങ്ങൾ ഓരോ ദിവസവും പറയേണ്ടത് എന്തിനാണെന്ന് അറിയാവോ? അതുകൊണ്ട് എന്താണ് ചെയ്യാന്നറിയാവോ? മറ്റുള്ളവരോട് പറയാനുള്ളതല്ല, നമ്മളിൽ തന്നെ ശുഭാപ്തി വിശ്വാസം ആദ്യം ഉണ്ടാക്കുക. എന്താണ് ശുഭാപ്തി വിശ്വാസം എന്ന്? ഗുഡ് തോട്ട്സ്, ഓൾവേസ് ബി ഗുഡ് തോട്ട്സ്. നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം കേൾക്കുക. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാം നല്ലതാണോ? നല്ലത് തന്നെ എന്റെ കുട്ടികൾ പറയുള്ളൂ അല്ലെ. നിങ്ങൾ കേൾക്കുന്നതെല്ലാം നല്ലതാണോ? അല്ലെങ്കിൽ നല്ലത് മാത്രമേ കേൾക്കാവൂ, മറ്റതൊന്നും കേൾക്കരുത്. പറയുന്നതെല്ലാം നല്ലതാണോ? നല്ലത് മാത്രമേ പറയാവൂ. അപ്പൊ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല വിശ്വാസമായിരിക്കണം. എന്തിനാണ്? ഐ ആം ദ ബെസ്റ്റ്, ഐ വിൽ ബി ദ ബെസ്റ്റ്. ഞാൻ നന്നായിരിക്കും, ഞാൻ നല്ലവനാണ്, എനിക്ക് കഴിവുണ്ട് എന്നുള്ള നല്ല നല്ല ചിന്തകൾ മാത്രമായിരിക്കണം. ശുഭചിന്തകളും ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ശുഭചിന്തകളും. ശുഭചിന്തകൾ ഉണ്ടാവണം. ആദ്യം എന്ത് വേണം? എന്താണ് ശുഭം, ഇതാണ് അശുഭം എന്നറിയണ്ടേ? വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ് എന്നറിഞ്ഞാലല്ലേ നമുക്ക് തേക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം. ഏത് ഗുഡ് തിങ്സ് ആണ്, ഏത് ബാഡ് തിങ്സ് ആണ്. വരും ദിവസങ്ങളിലൊക്കെ ഇവിടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാം ഏതാണ് ഗുഡ്, ഏതാണ് ബാഡ് എന്നൊക്കെ അല്ലെ. ഇപ്പോ ഞാനൊരു ഉദാഹരണം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സുകളുണ്ട്. ഒരു 10 ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതിക്കോ. 10 ഫ്രണ്ട്സിനകത്ത് നല്ല നല്ല ഫ്രണ്ട്സുകളാണ്, നല്ല നല്ല കളിക്കാൻ, നല്ല കളിക്കാനുള്ള നല്ല ഫ്രണ്ട്സ് ആണ്. ഒരു ഫ്രണ്ട്, ഈ 10 ഫ്രണ്ട്സിൽ ഒരു ഫ്രണ്ട് പറയുന്നു, നമുക്ക് വീട്ടിൽ നിന്ന് അച്ഛൻ ഒരു സാധനം ഒരു പാക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ഛൻ എപ്പോഴും എടുത്ത് അച്ഛൻ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഒരു പൊടി, ഒരു പൗഡർ ചെറിയൊരു പാക്കറ്റിൽ വിട്ടുന്ന് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഈ ഗുഡ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ? അപ്പൊ ഗുഡ് ആയിരിക്കുമോ? നമ്മൾ ബാഡ് ആയി പോവോ? നമ്മൾ 10 പേരിൽ ഒരാള് പറയുന്ന ഒരു ചെറിയ സാധനത്തെ 9 പേരും എന്നാലും ക്യൂരിയോസിറ്റി, കാരണം നിങ്ങളുടെ പ്രായം അതാണ്, ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകും, ട്രൈ ചെയ്യാൻ പോകും. അപ്പോ 8 പേർക്ക് ചിലപ്പോ അത് ബാഡ് ആയിട്ട് കരുതിയെന്നും വരും. 8 പേർക്ക് അതൊന്ന് ബാഡ് ആണ്. പക്ഷെ ഒരാൾക്ക് അത് ടേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് നല്ലതാണ്, ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും അവൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഒരാള് തുടങ്ങിയ ശീലം എല്ലാവരും ഇത് ഗുഡ് ശീലമായിട്ടേ കൂട്ടുള്ളൂ അവിടെ. കാരണം എന്താ? നമ്മളെ ഫ്രണ്ട്സ് 10 പേരുടെ ഫ്രണ്ട്സിലും ഗുഡ് ആണെന്ന് പറഞ്ഞ് ഗുഡായിട്ട് മാറ്റും. ആക്ച്വലി ഇത് ഗുഡ് ആയിരിക്കുമോ ബാഡ് ആകുമോ? ആണ് ഗുഡും ബാഡും തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. ഇത് തിരിച്ചറിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അധികം ചെയ്യേണ്ടത് എന്താണ്? അത്തരം ഫ്രണ്ട്സ് ഗുഡ് ഫ്രണ്ട്സ് അല്ല എന്ന് തീരുമാനിച്ച് അവരെ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. എപ്പോഴും നമുക്ക് നമ്മളെ ഉയർത്തുന്ന, നമ്മൾക്ക് നല്ലത് വരുന്ന ഫ്രണ്ട്സ് മാത്രമേ പാടുള്ളൂ, മറ്റുള്ളവരെല്ലാവരും ഒഴിവാക്കണം. ഇത് ഞാൻ ലളിതമായി പറഞ്ഞു തന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അനുഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്കിളിനോട് ചോദിക്കുക, ഇവിടെ ടീച്ചർ ചോദിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, പലതും കണ്ടെന്ന് വരും. അപ്പോഴൊക്കെ ചോദിക്കുക എന്താ ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ ഒരു 13 വയസ്സ് കഴിയുമ്പോൾ 4 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ ആൺകുട്ടികൾക്ക് 14-13 വയസ്സ് കഴിയുമ്പോൾ മറ്റൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലൂടെ നിങ്ങൾ കടന്നു പോകും, സ്വാഭാവികമായും കടന്നു പോകും. അപ്പൊ ആ സമയത്തൊക്കെ അമ്മയോടും അച്ഛനോടും ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ അമ്മയും അച്ഛനായിരിക്കണം. അമ്മമാരോടും അച്ഛന്മാരോടും എനിക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നിങ്ങളുടെ മക്കളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളായിരിക്കണം. ആ രീതിയിൽ കുടുംബം വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഇല്ല എങ്കിൽ ഇതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം, ഇങ്ങനെ സംഭവം എന്താ ചെയ്യേണ്ടതൊക്കെ നമ്മൾ അതിന് മറുപടി പറയും, ഒക്കെ ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്താലും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകണം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. പോകേണ്ട കാര്യം പറഞ്ഞിരുന്നു, അമ്മയും അച്ഛനോടും സംസാരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കണം? ഇപ്പൊ എത്ര പേർക്ക് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഗിഫ്റ്റ് കിട്ടിയിട്ടെന്ന്? നിങ്ങൾ ചെയ്ത ഒരു പരിപാടി, നിങ്ങൾ ചെയ്ത നല്ല ഗുഡ് തിങ്സിന് അമ്മയും അച്ഛനും ഗിഫ്റ്റ് ആയിട്ട് എന്തൊക്കെ തന്നു നിങ്ങൾക്ക് കിട്ടി? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. എത്ര പേർക്ക് ചോക്ലേറ്റ് മേടിച്ചു തന്നു വീട്ടിൽ നിന്ന്? എനിക്ക് കിട്ടി. ആർക്കും കിട്ടിയില്ലല്ലേ? എനിക്ക് കിട്ടി. കിട്ടിയോ? എന്താ ചെയ്ത നീ?
പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയപ്പോ. അതിനാണോ ചോക്ലേറ്റ് മേടിച്ചത്? വീട്ടിലെ പണിക്കാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ പണി ചെയ്തു? അടിച്ചോരി, തുടച്ചു, മുട്ടായി തന്നു. വേറെ ആർക്ക് കിട്ടി? കിട്ടിയില്ല. ആർക്ക് കിട്ടിയില്ലേ? അപ്പൊ ഓക്കെ, എന്താ പിന്നെ കുട്ടി ചോദിക്കുന്നില്ല? അമ്മമാരോടും അച്ഛനോടും ചോദിക്കാം. നിങ്ങൾ എത്ര പേർക്ക് എത്ര ഗിഫ്റ്റ് മക്കൾക്ക് കൊടുത്തു? ആകെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഉയർന്ന് പഠിക്കൂ, ഉയർന്ന് പഠിക്കൂ. ഇത് മാത്രല്ലേ പറഞ്ഞിട്ടു. സ്മിതയുടെ മോൾ പറഞ്ഞേ, എന്താ മോളിന്റെ പേര്? അമ്മ എന്താ പറഞ്ഞില്ലേ? പണിയെടുക്കുന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രം അല്ലേ? ഇതാണ് ഗുഡ് പാരന്റ്സ്. ഇനി പാരന്റ്സിനെയാണ് പിടിച്ചിരുത്തേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, സന്തോഷമുള്ള കുടുംബം, അല്ലെ, കരുത്തുറ്റ രാജ്യം എന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര പേരുടെ വീട്ടിൽ നിങ്ങളുടെ വീട് സന്തോഷമുള്ള കുടുംബമാണ്, അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി ആണെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? എല്ലാവരും. അപ്പോ എന്താണ് ഹാപ്പി ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഴക്ക് കേൾക്കാത്ത വീടാണോ? മഴ ഐസ്ക്രീം മേടിച്ചിരുന്ന വീടാണോ? ഇതായിരിക്കും ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലും കേൾക്കുന്ന അച്ഛനും അമ്മയുള്ള വീടാണോ? അല്ലല്ലേ? അങ്ങനെയൊന്നുമല്ലല്ലോ ഉദ്ദേശം. ഇല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സന്തോഷം എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മള് പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ ബാക്കി വശമാണ്, നമ്മൾ മനോഹരമായ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അച്ഛനും വലിയ വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, എല്ലാം ഉണ്ട്. പക്ഷേ കേൾക്കാന്, നിങ്ങളെ കൂടെ ഇരിക്കാൻ, നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ സമയമില്ലാത്ത അച്ഛനും അമ്മയുമാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ അവരെ? ഹാപ്പി ആവാൻ വേണ്ട സമയം എന്താണ്? നിങ്ങൾക്ക് ഒരു ഫോണും തന്നിട്ട് നിങ്ങൾ വിടുകയാണ്, ഓക്കെ എന്ത് വേണം ചെയ്തേക്ക് എന്ന് പറഞ്ഞ് കുറച്ച് പൈസയും തരികയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവുമോ? മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ പറഞ്ഞത്. എന്റെ മക്കൾക്ക് വേണ്ടത് ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കുറെ ഫോണും പൈസയും വലിയ വീടും കുടുംബമൊന്നും അല്ല. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെ കേൾക്കുന്ന അച്ഛനെയും അമ്മയുമാണ്. മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെ സ്നേഹം നൽകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നന്നായി മക്കളെ കേൾക്കുന്നു എങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നർത്ഥം. നിങ്ങൾ ഒരു വാക്ക് കുട്ടികൾ പറയുമ്പോൾ അതിന് അന്നേരം തന്നെ നിർത്തിച്ചുകൊണ്ട്, ഇതൊന്നും നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ അത്രയൊന്നും വളർന്നിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മക്കളെ സ്നേഹിക്കുകയല്ല, അവരെ നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നറിയും. അപ്പൊ ഏറ്റവും മനോഹരമായ ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ, ഏറ്റവും കരുത്തുറ്റ രാജ്യം ഉണ്ടാവണമെങ്കിൽ, അവിടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ, നല്ലൊരു കുടുംബ പശ്ചാത്തലം ഉണ്ടാവണമെങ്കിൽ, അവിടെ നമ്മൾ വെറും ഇഷ്ടികകളാൽ നിർമ്മിച്ച ഹൗസ് ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ, ഹൗസ് അല്ല അവിടെ പ്രാധാന്യം, അവിടെ അത് ഹോമാക്കി മാറ്റുമ്പോൾ മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഓരോ കുടുംബത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും, യൂണിറ്റി ആൻഡ് ലവ്, ഇതാണ് ഓരോ കുടുംബത്തിന് അടിസ്ഥാനപരമായിട്ട്. നിങ്ങളെ വീട്ടിൽ എല്ലാവർക്കും യൂണിറ്റി ഉണ്ടോ? അച്ഛൻ പറഞ്ഞ പോലെ അമ്മ കേൾക്കില്ല, അമ്മ പറഞ്ഞ പോലെ അച്ഛൻ കേൾക്കില്ല, അച്ഛനും അമ്മയും പറഞ്ഞ പോലെ അച്ഛമ്മ കേൾക്കില്ല, അച്ഛമ്മ പറഞ്ഞ പോലെ അമ്മമ്മ കേൾക്കില്ല, അല്ലെങ്കിൽ അമ്മമ്മയുള്ള വീടാണെങ്കിൽ. അല്ലെങ്കിൽ വ്യത്യസ്തമല്ല. യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടോ? ഇല്ല. ഇവിടെയാണ് മാതാപിതാക്കളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 6 ഘടകങ്ങളാണ്. ഈ 6 ഘടകങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഉണ്ടാക്കുന്ന കോടികൾക്കൊന്നും യാതൊരു പ്രശസ്തിയുമില്ല. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നിങ്ങൾ 25, 50, 100 കോടി മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഈ 6 ഘടകങ്ങൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു കുട്ടികളായിട്ട്, സമൂഹത്തിന് വേണ്ട നല്ലൊരു കുട്ടികളായിട്ട് അവളെ വളർത്താൻ, സമൂഹത്തിനും നമുക്കും വേണ്ട നല്ല കുട്ടികളായിട്ട് അവളെ വളർത്താൻ സാധിക്കില്ല. അപ്പൊ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്ന ഘടകം. ലിസൺ പേഷ്യൻസ്ലി. വളരെ പേഷ്യൻ്റായി കുട്ടികളെ കേൾക്കുക. കുട്ടികൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അധികവും ചെയ്യുന്നത് ഫോണിലോ ടിവിയിലോ വീട്ടിലെ മറ്റ് ജോലികളിലോ പെട്ട് ഇതൊന്നും പറയുന്നത് പകുതി കെട്ടോ നോയോ എസ്സോ പറയുന്ന അവസ്ഥ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് കാണരുത്. അതെല്ലാം തിരക്ക് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു 10 1 മണിക്കൂറോ മാറ്റി വെക്കുക. അവരെ ശ്രദ്ധിക്കുക, അവരെ മുഖം
കാണുക, അവരെ കണ്ണു കാണുക, അവരെ ഭാവം കാണുക, അവരുടെ ശരീര ഭാഷ കാണുക, എല്ലാം കൃത്യമായി മക്കൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റാത്ത അച്ഛനമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കൊലപാതകമാണ് അവിടെ, പാതകമാണ് അവിടെ എന്നറിയും. അതുകൊണ്ട് മക്കൾ ഓരോ ഭാവമാറ്റവും ശ്രദ്ധിക്കാൻ പറ്റുന്ന അമ്മയും അച്ഛനും ഉണ്ടാവണം. ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെവി കൊണ്ട് കേൾക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്ന വാക്കുകൾ ചെവി കൊണ്ട് നിങ്ങൾ കേൾക്കുകയേ വേണ്ട, പകരം ഹൃദയം കൊണ്ട് കേട്ടാൽ മതി. അവർക്ക് വേണ്ടത് നിങ്ങൾ ഹൃദയമാണ്. നിങ്ങളുടെ ആ ഹൃദയം ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവണം, അതിന് സമയം കണ്ടെത്തണം. 90% വീടുകളിലും കണ്ടുവരുന്ന പ്രവണത പറയാം. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും? അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ നേരെ പോയി ഓൺ ചെയ്യുന്നത് അന്നത്തെ അടിപിടി കേസുകളിലും എന്താ പറയാ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ടിവിയുടെ കോലാഹലത്തിലാണ്. അത് കഴിയുമ്പോൾ അമ്മ എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കും, അത് അവിടെ നിന്ന് തന്നെ കഴിക്കും, നേരെ പോയി അച്ഛൻ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും, വീണ്ടും ഓൺ ചെയ്യുന്ന ഇതേ എന്താ പറയാ, അതേ ആ ബോക്സ് ഉണ്ടല്ലോ, ആ കംപ്ലൈന്റ് ബോക്സ് അത് തന്നെയായിരിക്കും, വീണ്ടും അത് തന്നെ. ട്രബിൾ അല്ലെ, ടിവി ട്രബിൾ വിഷണറി എന്നാണ് അതിന്റെ പേര്, ട്രബിൾ വിഷണറി അല്ലെ. പ്രശ്നങ്ങളെ മാത്രം കാണുന്ന ഒരു മിഷനാണ് ടിവി എന്ന് പറയുന്ന സാധനം. അതിൽ വേറെ ഒന്നും കാണില്ല, നിങ്ങൾ പ്രശ്നങ്ങൾ മാത്രമേ കാണൂ. അതിൽ കാണുന്ന വീട്ടിൽ ഒരിക്കലും നല്ല കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് നമ്മൾ ഫോണിലൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർ കേൾക്കുക എന്ന് പറയുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് കമ്പാരിസൺ എന്ന് പറയുന്നു. നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്. സ്വന്തം മക്കളെ ഒരാളുമായി താരതമ്യപ്പെടുത്തരുത്. നമ്മളെ മക്കൾ എപ്പോഴും യൂണിക്കാണ്, നമ്മുടെ മക്കൾ ഐഡന്റിക്കൽ ആണ്. നമ്മളെ മക്കളെ പോലൊരു മക്കളെ ലോകത്ത് വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്ന തത്വം അറിയുക. ഇത് അംഗീകരിക്കുന്നവന് മാത്രമേ അവനവന്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞ അപ്പുറത്തെ പക്ഷിയും അല്ലെങ്കിൽ 1ാം ക്ലാസ് ഫസ്റ്റ് റാങ്ക് മേടിച്ചവനും സെക്കൻഡ് റാങ്ക് മേടിച്ചു, ഈ റാങ്ക് ഒന്നും ജീവിതത്തിൽ പൊഴിഞ്ഞു തിന്നാൻ പറ്റുന്ന സാധനങ്ങളേ അല്ല. അതൊന്നും ഒരു കാര്യമില്ല, കാര്യങ്ങളല്ല. റാങ്ക് പഠിക്കണം, പക്ഷെ അത് റാങ്കിൽ ബേസ് ചെയ്തിട്ട് ഇതാവരുത്. ആത്മീയ അവിടെ ശ്രദ്ധിക്കോ. ഒന്നിക്കൽ അമ്മയെ ഞാൻ നിന്റെ അടുത്ത് പിടിച്ച് ഒഴിവാക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടുന്ന് മാറ്റും. നിങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ഓക്കെ. അപ്പോ അവോയ്ഡ് കമ്പാരിസൺ. ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്ന് അറിയുക, മറ്റുള്ളവരുമായി അവരെ താരതമ്യം ചെയ്യാതിരിക്കുക, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ, ഇന്ന് ആർക്കാണ് നമ്മളുടെ പ്രസീത എനിക്ക് അയച്ച ഒരു മെസ്സേജ് ആണ്. ആർക്കും ഒന്ന് കറാട്ടയുടെ ബെൽറ്റ് കിട്ടിയതായിട്ട് ഒരു ഫോട്ടോ വന്നിരുന്നല്ലോ. അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കാനുണ്ടോ? ഞാൻ തരാം, ലാസ്റ്റ് തരാം കേട്ടോ. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു, ആരാ പേര് ഞാൻ നോക്കിയില്ല കേട്ടോ. ലാസ്റ്റ് അപ്രിസിയേഷൻ ഉണ്ട്, അങ്ങനെ നോക്കാം, സ്പെഷ്യൽ അപ്രിസിയേഷൻ ഉണ്ട്. ഓക്കെ, കിട്ടിയ ആൾക്ക് ഞാൻ കണ്ടു. എനിക്ക് തോന്നിയത് നിഷ്ണാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്രിസിയേഷൻ എല്ലാവർക്കും പരസ്പരം കൊടുക്കും. മൂന്നാമത്തെ കാര്യം, സ്നേഹം എല്ലാവർക്കും ഉണ്ട്. മക്കളോട് അകമഴിഞ്ഞ സ്നേഹമുണ്ട്. പക്ഷേ എത്ര മക്കളോട്, എത്ര നിങ്ങളുടെ അച്ഛനമ്മമാർ എത്ര ദിവസം നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്? സ്നേഹം പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ലവ്. മക്കളോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. 90% അച്ഛന്മാരും തോറ്റുപോകുന്ന ഏറ്റവും വലിയ ഘടകമാണ്. പ്രകടിപ്പിക്കില്ല. ഇതൊക്കെ അകത്തുണ്ട്, പുറത്ത് കാണിക്കില്ല. കാണിച്ചാൽ എന്താ അറിയോ, ഒരു അങ്കിൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, സാറേ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. പ്രകടിപ്പിച്ചാൽ എന്താ അറിയോ, ഒരു തലയിൽ കയറി കളി. ഏറ്റവും തെറ്റായ ഒരു ധാരണയാണ്. ഏത് മക്കളാ തലയിൽ കയറുന്നത്? മക്കളെ തലയിൽ എടുത്തുകൊണ്ട് നടക്കും അച്ഛൻ, പക്ഷെ മക്കളെ തലയിൽ കയറാൻ പാടില്ല. അതെങ്ങനെ ശരിയാവും? മക്കളെ തലയിൽ എടുത്തുകൊണ്ട് നടക്കില്ലേ? നിങ്ങളൊക്കെ അച്ഛന്മാർ തലയിൽ എടുത്തുകൊണ്ട് നടക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അച്ഛൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയണം, അച്ഛാ ഇന്നൊന്ന് തലയിൽ എടുത്ത് കൂടെ കഴുത്തിലെടുത്തി കഴിഞ്ഞാൽ എന്താ. ഞാന് അങ്കിള് 44 വയസ്സിലാണ് അങ്കിള് ഒരു കവിത എഴുതിയത്, അതല്ല കവിത പ്രസിദ്ധീകരിച്ചത്. ഈ കവിത ബുക്കിന്റെ ഫ്രണ്ട് ഫോട്ടോ കണ്ടോ നിങ്ങള്? ഇതെന്താണ് ഇതിലെത്തിരിക്കണേ? എന്റെ 13ാമത്തെ വയസ്സിൽ എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് 13 വയസ്സ് വരെ എനിക്ക് അച്ഛൻ ഉണ്ടായിട്ടുള്ള കൂടെ. 13ാമത്തെ വയസ്സ് വരെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും എന്നെ കൊണ്ടുപോകുന്നത്, 5 വയസ്സിന് മുമ്പേ 6 വയസ്സ് വരെ അച്ഛൻ എന്നെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പൊ അച്ഛനോടുള്ള ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞാൻ അച്ഛന്റെ പേരിൽ തന്നെ കവിത എഴുതിയത്. ആ കവിതയുടെ ഏറ്റവും മുകളിൽ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. എന്റെ ഏറ്റവും ഇന്നും മരിച്ചു കിടന്ന പോലും മറക്കാത്ത അനുഭവമാണ് അച്ഛന്റെ കഴുത്തിലൂടെ കയറി ഇരുന്നു കൊണ്ടുള്ള യാത്ര.
നിങ്ങൾ എത്ര പേര് അനുഭവിക്കുന്നുണ്ട് മക്കളെ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം അച്ഛനും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് പറയും. ഇപ്പോ അമ്മമാരോടും അച്ഛന്മാരോടും പറയണം, ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളാണ്. മക്കളെ തോളത്ത് കയറ്റി കൊണ്ടുപോവുക തന്നെ വേണം. അപ്പൊ എന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എപ്പോഴും തോളത്ത് കൊണ്ടിരുത്തണമെന്നല്ല, സ്നേഹം എന്ന് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. നിങ്ങളും വേണം കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്ന ആളുകളോടും പറഞ്ഞുതരാം ഇതേ കാര്യം. നിങ്ങളും അച്ഛനമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കണം. അച്ഛനും ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എല്ലാ ദിവസവും അച്ഛനെ കണ്ടാൽ ഒരു ഉമ്മ കൊടുക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? ഇല്ലല്ലേ? തുടങ്ങണം, ഉണ്ടാവണം. അച്ഛനോട് പറയണം, അച്ഛൻ ഓഫീസിലേക്ക് പോകുമ്പോ അച്ഛാ കാണിച്ചു കൊടുക്കണം. തന്നിട്ട് പോയാൽ മതി. തിരക്കുണ്ടെങ്കിൽ ഒരു ഉമ്മ കണ്ടാൽ അത്രയും സന്തോഷം അല്ലേ? അമ്മയെ വന്നു കഴിയുമ്പോഴും അതുപോലെ വെക്കണം കേട്ടോ, എല്ലാ ദിവസവും. അപ്പൊ എക്സ്പ്രസ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനം. അത് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മക്കളെ മനസ്സിലാക്കിക്കണം. മനസ്സിലാക്കാൻ നിർബന്ധമായും ചെയ്യണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്പ്രസ് ക്ഷമ. ബി പേഷ്യന്റ്. നിങ്ങൾ എപ്പോഴും ക്ഷമ ശീലിക്കണം. മക്കളെ കേൾക്കുക, ക്ഷമാപൂർവ്വം കേൾക്കുകയാണെങ്കിൽ തന്നെയും ക്ഷമ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. ഇതാണ് നേരത്തെ ഞാൻ സിന്ധുവോട് പറഞ്ഞത്, ഒച്ച ഉണ്ടാക്കരുത്, അവിടെ വോയിസ് കൂട്ടരുത്. കാരണം മക്കളിൽ എത്തുന്ന ആ വോയിസ് ക്ഷമയുടേതല്ലെങ്കിൽ അവരിലുള്ള വികാരവും അതായിത്തീരും. നാളെ ഇതേ പ്രകടനം അവർ നിങ്ങളിലേക്ക് കാണിക്കും. നമ്മൾ പറഞ്ഞത് നല്ല കാര്യമാണ്, പക്ഷെ പറയേണ്ട ട്യൂണൊന്ന് മാറ്റിയാൽ മാത്രം മതിയായിരുന്നു. ക്ഷമ അവിടെ ശീലമായി മാറും. അപ്പൊ അവർ നമ്മളോട് നാളെ സംസാരിക്കുമ്പോഴും ഇതേ സംസാരം വരും. നിങ്ങൾ എന്ത് മക്കൾക്ക് കൊടുക്കുന്നുവോ അത് മാത്രമാണ് അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നത്. നമ്മളെ മക്കൾ നാളെ വയലന്റ് ആവുകയോ മോശമാവുകയോ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരവാദി അച്ഛനും അമ്മയും മാത്രമാണ്, വേറെ ആരും അതിനകത്ത് ഉത്തരവാദികളല്ല. കാരണം വീട്ടിൽ നിന്നാണ്. അതാണ് അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം ക്ഷമ ഒന്ന് ശീലിപ്പിക്കുക. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിന് ഒരു പ്രത്യേക കഴിവും വേണ്ട. അച്ഛനും അമ്മയും ആവുക എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒരു കഴിവ് തന്നെയാണ്. അത് വെറുതെ പ്രസവിക്കുക എന്നതല്ല. അച്ഛനമ്മ എന്ന് വെച്ചാൽ അതൊരു കഴിവ് സമ്പാദിക്കലാണ്. ക്ഷമ. ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ക്ഷമ നമ്മൾ പ്രകടിപ്പിക്കണം. തെറ്റാണ് മോനെ, നീ ചെയ്ത തെറ്റാണ്, ഓക്കെ തെറ്റാണ്. അവനറിയില്ല ഇതെന്താണ് ശരിയെന്ന് അറിയില്ല. പൊതുവേ ആരും തെറ്റാണെന്ന് മാത്രമേ പറയുള്ളൂ, അതിൽ ഏതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ വീണ്ടും അത് സംഭവിക്കും അല്ലെ? സ്കൂളിൽ മാർക്ക് മേടിച്ചു എല്ലാത്തിലും A+ അല്ലേ? 2 ചാട്ടാണ്. പേപ്പർ വലിച്ചെറിഞ്ഞ് 2 ചാട്ടം. നിന്നെ കൊണ്ട് എപ്പോഴും ഇങ്ങനെയാണ് A+ ഇല്ലാതെ. ഈ കുട്ടി വിചാരിക്കുന്ന എന്താ? A+ ഇല്ലെങ്കിൽ ഈ ഭൂലോകം ഇടിഞ്ഞു വീഴുന്ന. A+ മറ്റും തമ്മിൽ എന്താണ് മക്കളെ വ്യത്യാസം? A+ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ B കൊണ്ട് എന്താണ് സംഭവിക്കും? ഇതിന് ഒന്നും ഒരു പിടി കിട്ടിയിട്ടില്ല. ഇത് ചാട്ടം മാത്രമേ കാണുള്ളൂ. പാടില്ല. ക്ഷമയോടുകൂടി മക്കളെ പറഞ്ഞു മനസ്സിലാക്കിക്കണം. ഇത് ശരി, ഇത് തെറ്റ്, ഇതാണ് ശരി, ഇതല്ല. 90% പാരന്റ്സും ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെട്ടതെന്ന് വെച്ചാൽ അവനത് ചെയ്ത് ശരിയായില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയും ഉണ്ടാവാറില്ല അല്ലേ? ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷമ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കഴിവ് നമുക്ക് വേണം. എന്നിട്ട് ചെയ്യണം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മൾ തന്നെയാണ് അവർ ഏറ്റവും മാതൃക എന്ന് പറയുന്നത്. അവർക്ക് റോൾ മോഡൽ ആവുക എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്റെ മക്കൾ കൂടി പഠിക്കാനുള്ളതാണുള്ള റോൾ മോഡൽ അവരുണ്ടാക്കണം. മുതിർന്ന കുട്ടികളെ, അല്ലെ കുട്ടികൾ മുതിർന്നവരെ അനുകരിച്ചാണ് വളരുന്നത്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം, ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതിന് സത്യസന്ധതയും അച്ചടക്കവും സ്വന്തം ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം. സത്യസന്ധത പറയാനുള്ളതല്ല, കാണിച്ചു കൊടുക്കാനുള്ള, അനുഭവിച്ചു കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ അച്ചടക്കം എന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് അച്ഛനും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ മക്കളെ അങ്ങനെ ആവുകയുള്ളൂ. ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞു. ഒന്നുമല്ല, ഞാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, അവർ കണ്ട് ശീലിച്ച കാര്യങ്ങളാണ്. ഞാൻ എന്നും വായിക്കുന്നത് കണ്ടു, എന്റെ മക്കൾ 2 പേരും ഇരുന്ന് വായിക്കും. ഞാൻ എന്ത് എഴുതുന്നത് കണ്ടു, എന്റെ മക്കൾ എന്നും ഇരുന്ന് എഴുതും. ഞാൻ പറഞ്ഞിട്ടില്ല അവരോട് എഴുതാനും പറഞ്ഞിട്ടില്ല, വായിക്കാനും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ടുമില്ല. അവർ തന്നെ പോയി ഇഷ്ടമുള്ള പുസ്തകം വാങ്ങിച്ചിട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് വാങ്ങിച്ച് 2 പേരും, ഞാൻ 6 പുസ്തകങ്ങൾ എഴുതി, എന്റെ മക്കൾ 2 പേരും 2 പുസ്തകങ്ങൾ എഴുതി. ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്
എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു, അവൻ അവിടെ ഇരിക്കുന്നു, അവൻ അവിടെ ഇരിക്കുന്നു, അവൻ ക്ലാസ് കേൾക്കുന്നൊന്നുമില്ല. പക്ഷെ അവന് നാളെ നോക്കിക്കോ കുറച്ച് മാസം കൊണ്ട് ഓട്ടോമാറ്റിക് ക്ലാസ് എടുക്കാൻ പോകും. കാരണം അവന് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ബ്ലഡിൽ നിറഞ്ഞു കിടക്കും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മക്കൾക്ക് മാതൃകകളാകുക മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നത്. ഇനി കുട്ടികളോടുള്ള കാര്യം അല്ലെ, മക്കളോട് അച്ഛന്മാരോട് മാത്രം പറഞ്ഞു, അച്ഛനമ്മമാരോട് മാത്രം പറഞ്ഞു ഇല്ലല്ലോ അല്ലെ, നിങ്ങളോടും പറയണ്ടേ? ഈ കാര്യം എന്തിനാണ് നിങ്ങളോട് പറഞ്ഞ മക്കളോട് അച്ഛനമ്മമാരോട് ഓർമ്മിപ്പിക്കണത്? ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ആവണം, എഴുതി വെച്ചിരുന്ന പോയിന്റുകൾ എല്ലാവരും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വീഡിയോ അച്ഛനും കാണിച്ചു കൊടുക്കണേ. നാളെ വീഡിയോ വരുമ്പോൾ കാണിച്ചു ഇരുത്തി കേൾപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴോ ടി വി വെക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞാൽ അച്ഛ ടി വി അല്ല, ഇപ്പൊ കുറച്ചു നേരം ഇത് കേൾക്കുമോ എന്ന് പറയണം കേട്ടോ. നല്ല മക്കളല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പറയാം. ഫോർ യു ചിൽഡ്രൻ 5 തിങ്സ്, 5 കാര്യങ്ങൾ അല്ലെ. ഞാൻ കുറച്ച് ദിവസം ഇംഗ്ലീഷിലെ ക്ലാസ് എടുക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിച്ചോളണേ. എല്ലാവരും ഇംഗ്ലീഷ് ഇഷ്ടല്ലേ? ഇംഗ്ലീഷിലെ ക്ലാസ് എടുക്കും നിങ്ങൾ. അപ്പോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കും. അപ്പോ നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണോ? യെസ് ഓർ നോ പറഞ്ഞേ ഒന്ന് നോക്കട്ടെ. സത്യസന്ധമായിട്ട് പറയണം, കറക്റ്റ് പറയണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? സത്യസന്ധമായിട്ടല്ല മറുപടി പറയുന്നതെങ്കിൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങളെ ഉറുമ്പ് വന്ന് കടിക്കും. സത്യമായിട്ട് മറുപടി പറയും. നിങ്ങളെല്ലാവരും മിടുക്കന്മാരാണോ? അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ആണെന്നാണ് പറയണം അല്ലേ? എന്റെ മക്കൾ എല്ലാവരും ആണല്ലേ? ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മക്കളും എല്ലാവരും മിടുക്കന്മാരാണ്. അപ്പൊ ഇന്ന് ഉറുമ്പ് അടിക്കില്ല കേട്ടോ, ആരും ഉറുമ്പ് അടിക്കില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അച്ഛനും അമ്മമാരെയും ലവ് ആണോ, കെയർ ആണോ, റെസ്പെക്ട് ആണോ? നിങ്ങൾക്ക് അച്ഛനമ്മമാർ ലവ് ആണോ, കെയർ ആണോ, റെസ്പെക്ട് ആണോ? ഏറ്റവും കൂടുതലുള്ളതാ ലവ് എന്ന് പറയുന്നത് അല്ലേ? സോറി, ഞാൻ തിരുത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? ഏറ്റവും എളുപ്പത്തിലുള്ള സാധനം എന്താണ്? സാധനമല്ല, ആ ഫീലിങ്സ് എന്താണ്? ലവ്. ഡു യു റെസ്പെക്ട് യുവർ പാരന്റ്സ്? നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, എഴുതി വെച്ചോളൂ. ബഹുമാനം നൽകുക. ഷോ റെസ്പെക്ട് ആണ്. ഗീവ് റെസ്പെക്ട് അല്ല, ഷോ റെസ്പെക്ട്. വാക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. ഷോ റെസ്പെക്ട്. എങ്ങനെ? മാതാപിതാക്കളെയും പാരന്റ്സിനെയും എന്താ പറയാ എൽഡേഴ്സിനെയും ഒക്കെ ബഹുമാനിച്ച് കാണിച്ചു കൊടുക്കണം. അവരുടെ അനുഭവങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കാനും പഠിക്കാനും ശ്രമിക്കണം. ഡു യു ഷോ ദ റെസ്പെക്ട് ഫോർ യുവർ പാരന്റ്സ്? പാരന്റ്സ് മീൻസ് പാരന്റ്സും എൽഡേഴ്സിനൊക്കെ നിങ്ങൾ റെസ്പെക്ട് ഷോ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ നിങ്ങളെ എൽഡേഴ്സിനോട് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനോട്, ഗ്രാൻഡ് ഫാദറിനോട് ഒക്കെ റെസ്പെക്ട് കാണിക്കുന്നത് എങ്ങനെയാണ്? എന്താ നിങ്ങൾ ചെയ്യുക? അതിന് പഠിക്കാൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അൺമ്യൂട്ട് ഓപ്ഷൻ അൺമ്യൂട്ട്. ഒരാൾ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളെ ഗ്രാൻഡ് മദറിനോടും ഗ്രാൻഡ് ഫാദറിനോടും കാലെ തൊട്ട് തൊഴുന്നു. പിന്നെ എല്ലാവരും ഇല്ലല്ലോ, ബാക്കിയുള്ളവരും വേറെ പ്രണവ് എങ്ങനെയാ ഗ്രാൻഡ് പാരന്റ്സിനോട് റെസ്പെക്ട് കാണിക്കുന്നത്? ഇല്ല. അനുനന്ദ എങ്ങനെയാ ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ റെസ്പെക്ട് കാണിക്കുന്നത്? ഇല്ല. അങ്ങനെ നോക്കിയാൽ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, ഇത് പ്രധാനമായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ റെസ്പെക്ട്. ഓക്കെ, പിന്നെ ആരാ ബാക്കിയുള്ളവരാ? ആരെങ്കിലും ഒക്കെ പറഞ്ഞേ? ഇല്ല. എന്നാല് ചില കാര്യങ്ങൾ, എളുപ്പമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങള് റെസ്പെക്ട് ഷോ ചെയ്യണം. എളുപ്പമുള്ള വഴിയാണ്. നിങ്ങൾക്ക് കൈകൂപ്പാൻ അറിയോ? എല്ലാവരും ഒന്ന് കൂപ്പി. എങ്ങനെ? എല്ലാവരും കൈകൂപ്പിയേ. നിങ്ങളെ ആരെ കാണുമ്പോഴും ഇങ്ങനെ ഒന്ന് കൈകൂപ്പണം. എന്തിനാണ്? ഏറ്റവും ലളിതമായിട്ടുള്ള റെസ്പെക്ട് ആണ്. കാലൊക്കെ തൊട്ട് വന്നിക്കുന്നത് നല്ല കാര്യം, അതൊക്കെ ചെയ്തോളൂ. അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാമല്ലോ എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവരോടും ചെയ്യാമല്ലോ. ഇനി മുതൽ, നാളെ മുതൽ, ഇന്ന് മുതൽ നിങ്ങളുടെ മുതിർന്നവരെ കാണുമ്പോൾ, എൽഡേഴ്സിനെ കാണുമ്പോൾ സന്തോഷത്തോടെ ഒരു ചിരി മുഖത്ത് വരുത്തിയിട്ട് ഇങ്ങനെ കൈകുപ്പി കാണിക്കണം കേട്ടോ. ഇത് അപ്പൊ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ റെസ്പെക്ട് യു എന്ന് പറയാൻ മറക്കണം. എന്താ പറയാ? ഐ റെസ്പെക്ട് യു എന്ന്
പറയണം. അപ്പൊ അവര് പറയും നല്ല കുട്ടിയാട്ടോ. അപ്പൊ ആരാ? ആ, ഇന്നാളുടെ മകള്, ഇന്നാളുടെ മകൻ, ഓ നല്ല കുട്ടിയാട്ടോ എന്ന് പറയും. അപ്പൊ ആർക്ക് പേര് കിട്ടി? നിങ്ങൾക്ക് പേര് കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പേര് കിട്ടിയോ? നിങ്ങൾ ഒരു മുതിർന്ന ഒരു എൽഡറിലെ ഒരാളെടുത്ത് പോയിട്ട് കൈ കൂപ്പി. അപ്പൊ അവർ ചോദിക്കും എന്തിനാ മോളെ കൈ കൂപ്പി? ഐ റെസ്പെക്ട് യു എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോയി. അപ്പൊ അവർ മറ്റവർ സംസാരിക്കൂലേ ഇത് ആരുടെ കുട്ടി എന്ന് ചോദിക്കുമോ? സ്വാഭാവികല്ലേ? അപ്പൊ പറയും അത് ഇന്ന ആളുടെ മോളാണ്, ഇന്ന ആളുടെ മകനാണെന്ന് പറയും. അപ്പൊ അവര് ആ അച്ഛനും അമ്മയും അവൻ നന്നായിട്ട് മക്കളെ വളർത്തുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആരായി അടുത്ത റെസ്പെക്ട്? ആർക്കായി? നിങ്ങൾ ഈ ഒരു കൈ കൂപ്പിയോണ്ട് നിങ്ങൾ അവരെയും റെസ്പെക്ട് ചെയ്തു, അവര് നിങ്ങളെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്തോ? അല്ലേ? ഒരു കാര്യം കൊണ്ട് രണ്ട് കാര്യം നടക്കും. അപ്പോ എല്ലാവരുടെ റെസ്പെക്ട് കാണിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ബി ട്രൂത്ത്ഫുൾ. എഴുതി വെച്ചോളൂ. സത്യം പറയുക. സത്യമേ പറയാവൂ. എന്ത് സംഭവിച്ചതായാലും ശരി, തെറ്റാണോ ശരിയാണോ നല്ലതാണോ ചീത്തയാണോ ഇതൊന്നും എന്റെ മക്കൾ വേർതിരിക്കണ്ട. അച്ഛനും അമ്മയോട് സത്യം മാത്രം പറയുക. അതിലെന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇത് ചെയ്ത് സത്യം പറയുക. അവരതിനകത്ത് എന്തെങ്കിലും പറയട്ടെ, എന്നിട്ട് അവരോടും പറയണം ഞാൻ പറയുന്ന എല്ലാം സത്യമാണ്, നിങ്ങൾ സത്യമേ പറയാം എന്ന് അച്ഛനമ്മയോടും പറയണം. അവർ ചിലപ്പോൾ നിങ്ങളെക്കാളും വില വരുന്ന മലയാളം കള്ളം പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ഇത് പഠിക്കണം. ഇത് രണ്ടു പേർക്കും ബാധകമുള്ള കാര്യം. അതുകൊണ്ട് സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ ചെയ്യാവൂ. മൂന്നാമത്തെ കാര്യം, സ്റ്റഡി, ബാലൻസ് സ്റ്റഡി ആൻഡ് പ്ലേ. വിനോദവും പഠനവും ബാലൻസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുകയും വേണം കളിക്കുകയും വേണം. കളിക്കുകയും വേണം പഠിക്കുകയും വേണം. എന്താ പറഞ്ഞത്? പഠിക്കുകയും വേണം കളിക്കുകയും വേണം. കളിക്കുകയും വേണം പഠിക്കുകയും വേണം. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുകയാണോ കളിക്കുകയാണോ? അല്ലെ? ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കല്ലേ, പക്ഷെ കളിയും വേണം. കളി എന്താണ്? മൊബൈൽ ഫോണിലെ ഗെയിംസ് അല്ല കളി. അത് കളിയേ അല്ല. കളിക്കുക എന്ന് പറഞ്ഞാൽ പോയിട്ട് പുറത്ത് പോയി കളിക്കുക, അല്ലെങ്കിൽ ബോൾ എടുത്ത് കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക. ഇതൊക്കെയുള്ള നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഡാൻസ് ചെയ്യുക, പാട്ടുപാടുക, അല്ലേ? ഇതൊക്കെ ചെയ്യണം. ഓക്കെ? അപ്പോ കൃത്യസമയത്ത് പഠിക്കണം, അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് കളിക്കാനും പോകണം. ഇതിലെല്ലാം സമയം കണ്ടെത്തണം. സമയം കൃത്യമായി പാലിക്കുന്നവരെ വിളിക്കുന്ന പേരെന്താണ്? കൃത്യമായി സമയപാലനം നടത്തുന്നവർ വിളിക്കുന്ന പേരെന്താണ്? സ്മാർട്ട് ഗൈസ്. അവരെയാണ് മിടുക്കന്മാർ, മിടുക്കികൾ എന്ന് പറയുന്നത്. സ്മാർട്ട് ഗേൾ, സ്മാർട്ട് ബോയ്സ് എന്നൊക്കെ പറയുന്നത് സമയം കൃത്യമായി പരിപാലിക്കുന്നവരെയാണ് അത് ചെയ്യണം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, വീണ്ടും പറയുന്നു, ഹെൽപ്പ് അറ്റ് ഹോം. സഹായ മനോഭാവം. നമ്മൾ എപ്പോഴും വീട്ടിൽ പരസ്പരം സഹായിച്ചുകൊണ്ടേയിരിക്കണം. വീട്ടു ജോലികളിൽ നമ്മൾ സഹായിക്കുന്നുണ്ട് അമ്മയും അച്ഛനെയും, അല്ലേ? ഇത് മാത്രം അല്ലേ? ഇത് മാത്രം പോരാ സഹായമൊന്നും, അല്ലേ? സഹായിക്കണല്ലേ? ദോശ ചുട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ തീർത്തും സഹായിക്കാറുണ്ട്, അല്ലേ? എത്ര പേരുണ്ട് അങ്ങനെ? ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ സൈഡ് തീർത്ത് സഹായിക്കാറുണ്ട്. ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ അതിൽ പീസ് തീർക്കാൻ നമ്മൾ സഹായിക്കാറുണ്ട്. അതല്ല, ഉണ്ടാക്കാനും സഹായിക്കണം. അപ്പോ വീട്ടുപോയ ജോലികളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സ്മോൾ സ്മോൾ തിങ്സിലൊക്കെ അച്ഛനും അമ്മയും, അല്ല അവിടെ അച്ഛനെ ഇല്ല, അച്ഛൻ ചിലപ്പോൾ ഉണ്ടാവില്ല പണിക്കല്ലേ, അച്ഛനുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയൊക്കെ ചെയ്ത് ശീലിപ്പിക്കണം. ഇത് എന്താണ്? നമ്മളിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും. പാത്രങ്ങൾ കഴുകുന്നത് എന്റെ ജോലിയാണ്, മറ്റത് കഴുകുന്നത് എന്റെ ജോലിയാണ്, വീട് തുടച്ച് വൃത്തിയാക്കുന്ന എന്റെ ജോലിയാണ്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എല്ലാ ദിവസവും ഡ്രസ്സ് കഴുകുന്നത് എന്റെ ജോലിയാണ്, വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നത് എന്റെ ജോലിയാണ്, അത് അഴകിൽ കൊണ്ടിടുന്നത് എന്റെ ജോലിയാണ്. ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അപ്പൊ നിങ്ങൾ അവർ എക്സ്ചേഞ്ച് ചെയ്തോളൂ. ഓക്കെ, ഞാൻ എല്ലാ ഡ്രസ്സും നിലക്കെല്ലാം ഉണക്കാനിട്ടുണ്ട്, ഐ നീഡ് 50 rupees, വാങ്ങിച്ചോളൂ. എന്നിട്ട് അവിടെ വെച്ചോ. ഞാൻ മറ്റൊരു രൂപത്തിൽ പറയാം. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം എന്തായിരിക്കണം? വേറെ ഇപ്പൊ പറയാൻ മറന്നുപോയൊരു കാര്യം, ഇതിലേതോ ഒരു കാര്യം നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം എന്താണ്? പറയാൻ പറ്റുമോ? ഇല്ല. ബി താങ്ക്സ്ഫുൾ ഓൾവേസ്, അല്ലെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ. നന്ദി ഉണ്ടായിരിക്കുക. എത്ര പേർക്ക് ഇവിടെ നന്ദിയുണ്ട് അച്ഛനമ്മയോടും പാരന്റ്സിനോട്? നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഭക്ഷണത്തിനും, ഫുഡിനും, ഡ്രസ്സിനും, സ്നേഹത്തിനും, സൗകര്യത്തിനും, മൊബൈലിനും, ഡാറ്റയ്ക്കും, വൈഫൈക്കും, അല്ലെ? ഇതൊക്കെ ഭയങ്കര സംഭവം അല്ലെ? അപ്പൊ അതിനൊക്കെ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഗ്രേറ്റ്ഫുൾ ആയാലും പിന്നെ നിങ്ങൾ ഫൈറ്റ് ഉണ്ടാക്കുവോ? ഫൈറ്റ് ഉണ്ടാക്കില്ലല്ലോ. അപ്പോ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഇത് വളരെ മറക്കാതിരിക്കണം. അവരോടൊക്കെ എപ്പോഴും നന്ദി ഉണ്ടായിരിക്കണം. ഭോബന്ധം, നിങ്ങൾ അവരുടെ മുമ്പിൽ ശിരസ് കൊണ്ട് നമിക്കണം. ഇതൊക്കെ നൽകിയതിന് നന്ദി 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 എന്ന് ഇതുണ്ടാവണം. ഓക്കെ, ഇതെല്ലാം കൃത്യമായല്ലോ? മനസ്സിലായല്ലോ?
അപ്പോ പരസ്പരമുള്ള രണ്ടുപേരോട് പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ. മക്കളായാലും മക്കളായാലും പരസ്പരമുള്ള ബഹുമാനവും പരസ്പരം ബഹുമാനമുള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടികളാണ് നാളത്തെ ലോകത്തെ വെളിച്ചം മാറുന്നത് എന്നറിയുക. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മാതൃകകളായി മാറുക. ഓരോ മക്കളോടും പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നല്ല കുട്ടികളായി മാറുക. നല്ല കുട്ടികളാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ പരിപാലിക്കുക. പാരന്റ്സിനോട് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാൻ പറഞ്ഞതിനകത്ത്? ഇതെല്ലാം പരിപാലിക്കേണ്ട കാര്യമാണ്, ഒന്നും മറക്കരുത്. അപ്പൊ ഇത് കഴിഞ്ഞൊരു സ്മോൾ മെഡിറ്റേഷൻ തരാം മക്കള്. റെഡി ആയിക്കോളൂ. അതിനു മുമ്പ് അല്ലെ ഒരു ചെറിയ അപ്രീസിയേഷൻ കൂടി കൊടുക്കണ്ടേ? മോള് പറഞ്ഞേ, എവിടെയാണ്, എന്തിനാണ് മോളില് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? പറഞ്ഞേ. യെല്ലോ ബെൽറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും നിഷ്മിക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. ഇനി പഠിച്ചതാങ്കൾ റെഡി? കൈകൾ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചേ, ചിന്മുദ്രയിൽ പിടിച്ചേ. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇനി മുട്ട് നമ്മുടെ തൊടയിലെ മുകളിൽ വെച്ചേ. അങ്ങനെ തുറന്ന് കൈ ഇങ്ങനെ തുറന്നു വെച്ച് ഇങ്ങനെ പൂട്ടിയിട്ട് നമ്മുടെ തുടയുടെ മുകളിൽ വെക്കണം. ഓക്കെ, ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കൂ, എടുത്ത് പുറത്തോട്ട് വിടുക. അതായത് നന്നായിട്ട് ശ്വാസം എടുത്ത് നന്നായി പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ ശ്വാസം അകത്തോട്ട് എടുത്തിട്ട് വായിലൂടെ പൂർണ്ണമായി പുറത്തു വിടുക. ഫുള്ളി ബോഡി റിലാക്സ് ആവട്ടെ, ശരീരം പൂർണ്ണമായും റിലാക്സ് ആവട്ടെ. വെരി ഗുഡ്. വൺസ് അഗെയിൻ ശ്വാസം എടുക്കുമ്പോ വയറ് പുറത്തോട്ട് തള്ളി വരണം കേട്ടോ. വയറകത്തോട്ട് പോകരുത്, വയറ് പുറത്തോട്ട് തള്ളി വരണം. ചെയ്യാം ഒന്നുകൂടി. റിലാക്സ്. കാൽവിലേക്ക് ശ്രദ്ധിക്കൂ. കാൽവിരലുകൾ റിലാക്സ് ആവട്ടെ. റിലാക്സ്. കാൽപാദത്തിലേക്ക് ശ്രദ്ധിക്കൂ. കാൽപാദം റിലാക്സ് ആവട്ടെ. കാലിലെ മസിൽസുകളിലേക്ക് ശ്രദ്ധിക്കൂ. കാലിലെ മസിൽസുകൾ റിലാക്സ് ആവുകയാണ്. ഇത് തുടകളിലേക്ക് ശ്രദ്ധിക്കുക. തുടകൾ റിലാക്സ് ആവുന്നു. കാൽമുട്ടലുകൾ റിലാക്സ് ആവുന്നു. കൈവിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. കൈവിരലുകളും കൈപ്പത്തിയും റിലാക്സ് ആവുന്നു. കൈകൾ പൂർണ്ണമായും റിലാക്സ് ആവുന്നു. ഷോൾഡറിലേക്ക് ശ്രദ്ധിക്കുക. ഷോൾഡർ പൂർണ്ണമായും റിലാക്സ് ആവുന്നു. ശരീരം പൂർണ്ണമായ റിലാക്സിലേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ റിലാക്സേഷനിലാണ്. നിങ്ങളുടെ ശരീരത്തിൽ തീരെ ഭാരമില്ലാത്തൊരവസ്ഥ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നു. ശരീരം പൂർണ്ണമായും ഭാരമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ പോവുകയാണ്. പറന്ന് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കടക്കുന്നു. നല്ല പുല്ലാങ്കുഴൽ സംഗീതം കേട്ടുകൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കാൻ, ആകാശത്തിലൂടെ പറന്ന് നടക്കാൻ നിങ്ങൾ പോവുകയാണ്. പറവകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ അങ്കിളിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും പറന്നു വരിക. നമുക്ക് പക്ഷികളെ പോലെ പറന്ന് കളിക്കാം ഈ ആകാശത്ത്.
നോക്കൂ, നമ്മളിപ്പോൾ ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള പുൽമേടുകളും പൂക്കളും ഉള്ള ഒരു ഗാർഡൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. മനോഹരമായ ഗാർഡൻ, നല്ല പച്ച പുല്ലുകളും പൂക്കളും പനിനീർ പൂക്കളും അതുപോലെ ചെറിയ ചെറിയ നല്ല മനോഹരമായ പൂക്കളുമുള്ള ഒരു മനോഹരമായുള്ള ഗാർഡൻ നമുക്ക് കാണാം. അവിടെ ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ പറന്ന് നടക്കുന്നത്, ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് ദേർ. നല്ല പക്ഷികള്, അതിന്റെ ശബ്ദം ഒക്കെ നമുക്ക് കേൾക്കാം. മനോഹരമായ ആ പൂന്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. പതുക്കെ ആകാശത്തിന് താഴോട്ട് ഇറങ്ങുകയാണ്. ആകാശത്ത് നിന്ന് പറന്ന് താഴോട്ട് ഇറങ്ങി ആ പൂന്തോട്ടത്തിന് ആ പച്ച പുൽമേട്ടിൽ നമ്മൾ പതുക്കെ പോയിരിക്കുന്നു. നിങ്ങളെല്ലാവരും അങ്ങയുടെ കൂടെ ആ പച്ച പുൽമേട്ടിൽ അങ്ങിരിക്കുകയാണ്. എത്ര മനോഹരമാണ് ഈ പൂന്തോട്ടം. ചിത്രശലഭങ്ങളൊക്കെ, ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മുടെ തൊട്ടില്ല എന്ന് പറഞ്ഞ് പറന്ന് നടക്കുന്നു. നമ്മുടെ ശരീരത്തില് ശലഭങ്ങൾ വന്നിരിക്കുന്നത് കാണാം. ആഹാ, എത്ര മനോഹരമാണ് ഈ സംഭവം. അങ്ങനെ സന്തോഷത്തിൽ ആർമാദിക്കുകയാണ് നമ്മൾ. മനോഹരമായി പൂന്തോട്ടത്തിലെ പക്ഷിക്ക് ഇത് ചിത്രശലഭങ്ങളും ഈ നാദവും കിളികളുടെ ആരവവും ഒക്കെ, കിളികളുടെ നാദവും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മളെല്ലാവരും ചാടി കളിക്കുകയാണ്. ഓരോ ആൾക്കാരും സന്തോഷത്താൽ ഇങ്ങനെ ചാടി ഓടി നടക്കുകയാണ്. നന്നായി കളിച്ച് രസിക്കുക. പുഷ്പങ്ങളൊന്നും പറിക്കരുത്. കണ്ട് അതിനെ മണപ്പിച്ച് അതിന് കണ്ട് അതിനോട് കുശലാന്വേഷണം പറഞ്ഞുകൊണ്ട് നടക്കുക. പുഷ്പങ്ങളും പുല്ലുകളും പച്ചിലകളൊന്നും പറിച്ച് നശിപ്പിക്കരുത്. അതിനോടൊക്കെ സ്നേഹത്തോടെ നിങ്ങളുടെ കുശലാന്വേഷണങ്ങളും മറ്റും കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടക്കാം. മനോഹരമായ ഒരു സായങ്കാലം, സന്തോഷത്തോടുകൂടി മക്കളെല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് തിരികെ പോകാം. ഇന്നത്തെ ഈ ഗാർഡൻ നമുക്ക് ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാം. വരൂ, നമുക്ക് പതുക്കെ തിരികെ പോകാം. എല്ലാവരും തിരികെ നടക്കുകയാണ്. യെസ്, മെഡിറ്റേഷൻ കഴിഞ്ഞു. കണ്ണുകൾ പതുക്കെ തുറന്നോളൂ. മനോഹരമായ സന്തോഷത്തോടു കൂടി നിങ്ങൾ കൈകളൊന്ന് മുഖത്ത് വെച്ച് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഞങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല ചിരിക്കുന്ന മുഖം കാണണം. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമുക്ക് ഇന്ന് പിരിയാം. എല്ലാവരും ചിരിക്കുന്നവരുടെ മുഖം കാണട്ടെ. യെസ്, താങ്ക് യു ആൾ, താങ്ക് യു. ഞാൻ അങ്കിൾ പോവാണ്. ഇന്ന് നാളെ ദിവസം വരാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.
താങ്ക് യു സാർ. നിങ്ങളോട് നിങ്ങളെല്ലാവരെയും ഗാർഡനിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തൊക്കെ സാർ പറഞ്ഞതൊക്കെ കേട്ടോ? ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്തു. നല്ല കുട്ടികൾ. അതുപോലെ നമുക്ക് സാർ 5 കാര്യം പറഞ്ഞു തന്നത്. ലാസ്റ്റ് പറഞ്ഞ കാര്യം മറന്നു പോകരുത് കേട്ടോ. നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നന്ദി പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് എഴുതാൻ പറ്റുന്നൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്യാം, എഴുതി ഓരോ ഡേയിലും എനിക്ക് ഇന്ന കാര്യത്തിൽ ഇന്ന് എനിക്ക് നല്ല ഹെൽത്ത് ആയിട്ട് എനിക്ക് നല്ല ഹെൽത്തി അല്ലെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റി, നന്ദി. അതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി. അതുപോലെ എനിക്ക് ഇന്ന് എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ മോളുടെ നോക്കാണെങ്കിലോ ഗിഫ്റ്റോ കിട്ടിയപ്പോഴേ അതിന് നന്ദി പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അല്ലെ നിഷ്മക്കുട്ടി ആ ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് നന്ദി പറഞ്ഞായിരുന്നോ? ഓക്കെ, ഗുഡ്. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഓരോ ഗിഫ്റ്റ് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ആണ് അല്ലെ. നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ആണ്. അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ തന്ന പ്രപഞ്ച ശക്തിക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ സാറ് 5 സ്റ്റെപ്പ് പറഞ്ഞതിന് ലാസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ, റെസ്പെക്ട് നമ്മൾ കൊടുക്കുക അല്ലെ. റെസ്പെക്ട് നമ്മൾ ഷോ ചെയ്യാൻ സാർ പറഞ്ഞു. മറ്റുള്ളവരുടെ റെസ്പെക്ട് കാണിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ റെസ്പെക്ട് തിരികെ കിട്ടത്തുള്ളൂ. ഓക്കെ. അതുപോലെ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേ, സത്യസന്ധരായിരിക്കണം. അതുപോലെ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ വിനോദം, നിങ്ങളുടെ കളികള് നിങ്ങൾ എന്ത് ചെയ്യാൻ ആസ്വദിക്കണം കേട്ടോ. പുറത്തേക്കൊക്കെ ഇറങ്ങി നാച്ചുറലൊക്കെ ഒബ്സർവ് ചെയ്ത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് എന്ത് ചെയ്യാൻ ആസ്വദിക്കണം. എപ്പോഴും റൂമിനകത്ത് കയറി മൊബൈൽ നോക്കി പിടിക്കുവോ? നമ്മൾ ഹാപ്പിനെസ് മാസ്റ്റർ ടിങ്കളേഴ്സ് ആരും അങ്ങനെ ചെയ്യില്ല എന്നാണ് ടീച്ചറിന്റെ ഉറച്ച വിശ്വാസം അല്ലെ. നിങ്ങൾ എല്ലാവരും ആ ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടായി എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. ഓക്കെ. മൊബൈലിന്റെ യൂസ് പരമാവധി എന്ത് ചെയ്യുക, പരമാവധി കുറച്ചിട്ട് നമ്മുടെ കണ്ണിന് നല്ല കുളിർമയുന്ന എന്തെല്ലാം കാഴ്ചകളുണ്ട് നാച്ചുറലിലേക്ക് ഇറങ്ങിയാല് അല്ലെ. ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽപ്പ് അറ്റ് ഹോം, വീട്ടിലെ മറ്റുള്ളവർ അല്ലെ, വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസ് ആണ്. ഗ്രാൻഡ് പേരൻസ് ഒക്കെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കുള്ള മരുന്നൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുകയും അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അല്ലെ. ഹെൽപ്പ് അതേഴ്സ്. ലാസ്റ്റ് നമ്മുടെ നന്ദി, നമുക്ക് ഈ ജന്മം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിൽ നന്ദി പറയുന്നത് നന്ദി പറയുന്നത് എപ്പോഴും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, കാര്യം കേട്ടതിന് ശേഷം താങ്ക് യു പറയാൻ ശീലിക്കണം കേട്ടോ. എല്ലാവരും താങ്ക് യു പറയാൻ ശീലിക്കണം. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു. എന്നായിരുന്നു ജനുവരി 20-ാം തീയതി ബർത്ത്ഡേ. 20-ാം തീയതി ബർത്ത്ഡേ ആണോ? ആരുടെ പേര് പറഞ്ഞേ? ഇഷാനി അരുൺ. ഇഷാന്റെ ബർത്ത്ഡേ ആണോ? അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമുക്ക് 22nd അല്ലേ, 22nd ക്ലാസ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് അഡ്വാൻസ് ആയിട്ടൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു മാം. യു ആർ വെൽക്കം. ഇഷാനിക്കുട്ടിയുടെ ഈ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അല്ല, ഇഷാനിക്കുട്ടി കണ്ടിട്ടില്ലാത്ത കുറെ ഫ്രണ്ട്സ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ട കുറെ ഫ്രണ്ട്സിന്റെ വിഷ് കിട്ടിയില്ലേ? വിഷസ് ആണ് നമുക്ക് ഏറ്റവും 10 വയസ്സാകാൻ പോവാ. 10 വയസ്സാകാൻ പോവുകയാണ് അല്ലേ. കോട്ടെ, നീ അങ്ങോട്ടുള്ള ബർത്ത്ഡേ ഒക്കെ നമുക്ക് ആഘോഷിക്കാം കേട്ടോ.